YouTube channel. This is Tejatangu and you're watching Tejatangu Diaries. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് വീഡിയോ? Who knows me better? എന്താ വീഡിയോ എന്നറിയോ? എനിക്കറിയില്ല. നിനക്കറിയോ? എനിക്കറിയില്ല. അറിയില്ലേ? ഓ ഈ അവള് കള്ളം പറയണ്ട. അതായത് ഞാൻ എന്നെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. 15 ക്വസ്റ്റ്യൻ. ഇതിൽ നിങ്ങൾ ആർക്കാണോ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് അവർക്കാണ് ഇനി ഏറ്റവും കൂടുതൽ അറിയുക. ഞാൻ അമ്മയും ചേച്ചിയായിട്ടാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഇതുവരെ പപ്പ ഹൂ നോസ് മീ ബെറ്ററിൽ വന്നിട്ടേ ഇല്ല. ഇവരെല്ലാവർക്കും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ എനർജി ഉണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോഴാണ് എനർജി. അപ്പോൾ ഈ ഹൂ നോസ് മീ ബെറ്റർ കുറച്ചുകൂടെ വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി. എനിക്ക് വേണ്ടി ഞാൻ സ്ലേറ്റും ചോക്കും വാങ്ങിയിട്ടുണ്ട്. ഇതിന് വേണം ഉത്തരം എഴുതാൻ. എന്ത് ചപ്പാത്തിയാണ് വിചാരിച്ചത്. ചപ്പാത്തിയോ? അമ്മക്ക് ഏത് കളർ സ്പോഞ്ചാ വേണ്ടത്? ബ്ലൂ ഓർ ഓറഞ്ച്? എനിക്ക് ബ്ലൂ മതി. ഓക്കെ. പാപ്പക്ക് സ്ലേറ്റ് ഏത് കളർ വേണം? ഇനി നമ്മൾ അടുത്തത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ചോക്കാണ്. വിന്നർക്ക് കൊടുക്കാൻ പോകുന്നത് എന്താണ്? 2 മാൾസ്. എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടല്ലേ? അപ്പം നിങ്ങൾക്ക് ഇല്ല. അപ്പം ഞാൻ ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പറയാം. ഞാനൊരു ചോദ്യം ചോദിക്കും, എന്നെ പറ്റിയിട്ടുള്ള ചോദ്യം. അതിന് ഒരു ലിമിറ്റഡ് ടൈമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്നും ഇല്ല. അപ്പം നിങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതുക നിങ്ങളുടെ ബോർഡിൽ. ആർക്കും കാണിച്ചു കൊടുക്കരുത്. എന്നിട്ട് ടൈം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉത്തരം എന്താണെന്ന് ബോർഡ് തിരിച്ചു പിടിക്കുക. ഓക്കെ? അപ്പോൾ അതിൽ ആരെയാണ് ഉത്തരം കറക്റ്റ് അവർക്ക് ഞാൻ 1 പോയിന്റ് തരും. നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ എന്തെങ്കിലും ഡാഷ് ഇട്ട -1 അറ്റംപ്റ്റ് ചെയ്യണം. എന്തെങ്കിലും ഒരു ആൻസർ വേണം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് എത്തി നോക്കണത്. നിന്റെ സ്ക്രീൻ എന്ത് പൊട്ടി? അത് ഇന്നലെ പൊട്ടി 3 അപ്പൊ എന്താ ചിരിച്ചോണ്ടേ ഇരിക്കണേ? എന്ത് എനിക്ക് നിന്റെ അഭ്യാസം കേട്ടറിയോ? കൂടുതൽ പ്രസംഗിച്ച് ടൈം കളയാണ്ടാണ് സ്ലേറ്റ് വാങ്ങിയെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. സ്ലേറ്റ് വാങ്ങി പിന്നെ ബഹളം ഉണ്ടാവില്ലല്ലോ. എന്റെ ആദ്യത്തെ ചോദ്യം, എന്റെ ക്രോക്സിന്റെ കളർ എന്ത്? നിങ്ങൾക്ക് 10 സെക്കൻഡേ ഉള്ളൂ. ഓക്കെ, ടൈം അപ്പ്. ഓക്കെ, എല്ലാവരും ആൻസർ എഴുതിയാ? പപ്പൻ എനിക്ക് കാണുമ്പോൾ സഹതാപം തോന്നുന്നുണ്ട്. ഓക്കെ, എല്ലാരും തിരിച്ചോ? എഴുത്. എന്ത് വൈറ്റാ? വൈറ്റ്. അമ്മയും ചേച്ചി എഴുതിയത് കറക്റ്റ് ആണ്. ലാവൻഡർ ആണ് പപ്പ. ലാവൻഡർ ഏതാ കളർന്ന് അറിയോ? എനിക്കറിയില്ല. അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ അമ്മക്ക് 1 പോയിന്റ്, ചേച്ചിക്ക് 1 പോയിന്റ്, പപ്പക്ക് 0 പോയിന്റ്. ബട്ട് ഗുഡ് പപ്പ, ഗുഡ് അറ്റംപ്റ്റ്. സാധനം എന്താന്ന് മനസ്സിലായി. അടുത്ത ചോദ്യം. എൻ്റെ ഒരു സ്വഭാവം, അത് ആക്ച്വലി ഇടയ്ക്ക് എനിക്ക് നല്ലതായിട്ടും തോന്നും, ഇടയ്ക്ക് എനിക്കത് ദോഷമാവുമെന്നും തോന്നും. അതെന്താണ്? അതായത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിക്കുള്ള സിംഗിൾ വേർഡ് നിങ്ങൾ എഴുതിയാൽ മതി. ബാക്കി എക്സ്പ്ലെയിൻ അന്ന് നിങ്ങൾ എസ് എഴുതിക്കോ, കുഴപ്പമില്ല. എന്തിന്? പപ്പ നത്തിങ് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ എന്ന് എഴുതിയിട്ടുണ്ടാവും. എഴുതിയാ? ടൈം ഉണ്ട് ചേച്ചി. ഫസ്റ്റ് ചോദ്യത്തിന് മാത്രം ഫസ്റ്റ് ആയാൽ ഫുൾ ഫസ്റ്റ് ആവില്ല. തിരിച്ചോ? എല്ലാവരും കാണിച്ചോ? എല്ലാവരും എഴുതി കഴിഞ്ഞു. കാണിക്കേ. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ചില സാധനങ്ങൾക്ക് എടുക്കണ എന്താണ് ഓപ്പൺ ആയിട്ട് എല്ലാവരും ഓരോ സാധനം പറയില്ലേ? ആ പറയണത് ചില സമയത്ത് നല്ലതാവും, ചില സമയത്ത് അതെനിക്ക് വാക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ അഡ്ജസ്റ്റ്. എന്താണ് സെൽഫ് ലവ്? അത് എന്താ ദോഷമാവണ്? അത് ദോഷം പറഞ്ഞാൽ ചിലപ്പോൾ നിന്നെ ഓവറായിട്ട് നീ ഇഷ്ടപ്പെടുമ്പോൾ അത് ചിലപ്പോൾ നിനക്കത് ദോഷമായിട്ടും വരും. കാരണം ബാക്കിയുള്ളവരുടെ കാര്യം നീ നോക്കില്ല, നീ നിന്റെ മാത്രം നോക്കിയിട്ടിരിക്കും. പപ്പക്കോ? ഏത് കാര്യത്തിനോടുള്ള തുറന്ന സമീപനം. ഓക്കെ, നീ എന്താ ഉദ്ദേശിച്ചത്? മൂന്നുമല്ല. എന്റെ ടൈം മാനേജ്മെന്റ് സ്കിൽ, എന്റെ പഞ്ച്വാലിറ്റി. അതല്ല അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒരു വർക്ക് ഏൽപ്പിച്ച എന്ത് ഞാൻ പറയട്ടെ, എനിക്ക് എന്നെ പറ്റിയുള്ള കാഴ്ചപ്പാടില്ലേ? എന്ത് നിങ്ങൾ സമ്മതിക്കട്ടെ. പക്ഷെ എന്റെ കാഴ്ചപ്പാട് ഇതാണ്. എനിക്കൊരു ടാസ്ക് തന്ന നിങ്ങൾ ഞാൻ പുറത്താക്കുട്ടപ്പോ എന്റെ കളിയാണ് പോടുന്നത്. ക്രിയേറ്റിവിറ്റി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്ത് എന്റെ ഒരു സ്വഭാവം എനിക്ക് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആയി ഫീൽ ചെയ്യുന്നത്. ഇതൊന്നും പോയിട്ടില്ല. എന്റെ ടൈം നിങ്ങളെല്ലാവർക്കും 0. ലാസ്റ്റ് സെക്കൻഡ് എനിക്ക് അതെന്നെ ശരി. ഇത് ക്വസ്റ്റ്യൻ വാലിഡ് ആണ്. തള്ളച്ചി അല്ല, സോറി അമ്മേ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് എന്നെ പറ്റി അത്രയും ഓർത്തിരിക്കണമെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സാധനം ഒരു ഉപകാരമല്ല, പക്ഷെ എനിക്ക് അതിനെ കളയാൻ വയ്യ.
എൻ്റെ കയ്യിലുള്ളൊരു സാധനം അല്ലെങ്കിൽ ഞാൻ കുറേ കാലമായിട്ട് എടുത്തു വെച്ചൊരു സാധനം എൻ്റെ റൂമിലുണ്ടത്. എനിക്കതുകൊണ്ട് ഒരു ഉപയോഗമില്ല. അവളൊന്നും കാണണമെന്നില്ല, എനിക്കൊരു ഉപയോഗമില്ല. പക്ഷെ എനിക്കത് കളയാൻ വയ്യ. ഫസ്റ്റ് വൺ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ കേട്ടോ. പപ്പക്ക് എന്താ ഒന്നും മനസ്സിലായിട്ടില്ല. പപ്പ എന്തെഴുതോ എന്തോ. എല്ലാവരും ഒന്നിച്ച് തിരിച്ചോ. പപ്പ നിങ്ങൾ പുറത്തായി. അതെന്ത് ഏത് ഷൂ? നീ എത്ര പേരുള്ള എന്തോ ഷൂ വാങ്ങി ചോദിച്ചിട്ടല്ലോ. അതിനെ കളയണം. അപ്പോ അതൊരു ഉപയോഗത്തിന് കണ്ടില്ല അതുവരെ. അമ്മ എഴുതിക്കുന്നത് സ്കെൽട്ടൻ. എന്തിന്റെ സ്കെൽട്ടൻ എഴുതിയിട്ടില്ല. ചേച്ചി എഴുതിയിട്ടുണ്ട്. മതി പെർഫെക്റ്റ് ആൻസർക്ക് മാർക്ക് കൊടുക്കാം. ചേച്ചി എഴുതിയിരിക്കണത് പാരറ്റ് സ്കെൽട്ടനും കാജലും. കാജൽ ആക്ച്വലി റൈറ്റ് ആൻസർ. ഞാൻ അത് ചിന്തിച്ചു പോലില്ല. അവൾ അതിനെ നല്ല മനസ്സിലാക്കി. നിങ്ങളൊന്നും കൂട്ടില്ല. അതെ, അമ്മക്ക് അരമാർക്ക് തരാം. അരമാർക്ക്. പിന്നെ അല്ല ചേച്ചി ഇത് കറക്റ്റ്. ഞാൻ എൻ്റെ കൺമഷി ഞാൻ ഉപയോഗിച്ചതെല്ലാം തീർന്നതൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മൊത്തം ഒരു 100ന്റെ അടുത്തുണ്ടാവില്ലേ? 100ന്റെ അടുത്തൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉണ്ട്. ചെറുതാകുമ്പോൾ ഒരു തത്തക്കുട്ടി പേരിട്ടുണ്ടായിരുന്നു പെറ്റായിട്ട്. അത് മരിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്ന് അതിൻ്റെ എല്ല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും അമ്മ? ഒരു 6-7 വർഷമായിട്ടും. അതെ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കും. എനിക്ക് തത്തയുള്ളത് അറിയോ? അതുണ്ടായിരുന്നു പണ്ട്. അത് മരിച്ചതറിയോ? ഓ നീ കൊന്നിട്ട് സൂപ്പാക്കി. ഞാൻ മുറിച്ചൊന്നുമില്ല. ഞാൻ അതിനെ മണ്ണിലിട്ടു. അപ്പൊ എല്ലാ ദിവസവും ഞാൻ മണ്ണിൽ പോയി നോക്കും എന്തായിന്ന്. അതിനത് മൊത്തത്തിൽ എല്ലായപ്പോ എനിക്കതൊക്കെ എടുത്തു വെക്കാൻ തോന്നി. നല്ല ഷേപ്പുള്ള എല്ല്. ഓക്കെ. എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് പൈസ ഉണ്ട്. സോ ഞാൻ ആദ്യം വാങ്ങാൻ പോകുന്ന സാധനം എന്ത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതെയാ ഇപ്പൊ തന്നെ ഇവർക്ക് ആൻസർ അറിയാതെ തെളിയിക്കാനാണ് ഈ വലിയ കരുതിയപ്പോഴേ എനിക്ക് സ്പെല്ലിങ് അറിയില്ല. എന്താണ് ഉദ്ദേശിച്ച്? സ്കൂള് വാങ്ങി സ്കൂള് കെട്ടാൻ പറഞ്ഞത് അല്ല ഞാൻ ചോദിക്കുന്നത് വാങ്ങാൻ ഉദ്ദേശിച്ച സാധനമാണ് പപ്പ. എനിക്കത് അറിയുള്ളൂ. അത് ഞാൻ എഴുതി അത്രേ ഉള്ളൂ. അറിയുള്ളൂ. ലൂയി വൂട്ടന്റെ ബാഗ്. അല്ല ലൂയി വൂട്ടൻ എന്നല്ല പറയാ, ലൂയി വുറ്റോൺ. ഓക്കെ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പല ഉത്തരങ്ങളും ഉണ്ടാവും. പക്ഷെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നതല്ല എഴുതേണ്ടത്. ഞാൻ എന്നെപ്പറ്റി എങ്ങനെ വിചാരിക്കുന്നുള്ളതാണ് എഴുതേണ്ടത്. ഞാനൊരു ഇമോഷണൽ പേഴ്സൺ ആണോ അതോ ഒരു പ്രാക്ടിക്കൽ പേഴ്സൺ ആണോ? ഓക്കെ, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാനൊരു ഇമോഷണൽ പേഴ്സൺ ആണോ പ്രാക്ടിക്കൽ പേഴ്സൺ ആണോ? തിരിച്ചോ? ഓക്കെ, വെരി പ്രാക്ടിക്കൽ. ഓക്കെ, 3 കറക്റ്റാണ്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ വളരെ പ്രാക്ടിക്കൽ പേഴ്സൺ ആണ്. വെരി പ്രാക്ടിക്കൽ മാർക്ക് കൂടുതലൊന്നും തരില്ല. ഓക്കെ, പോയിന്റ് കിട്ടി പപ്പയ്ക്ക്. വെരി ഗുഡ് പപ്പ. ഞാന് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ. അതിൻ്റെ പേരെന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പേര് എനിക്കറിയില്ല. അറ്റംപ്റ്റ് ചെയ്യണം. ടൈമുണ്ട്, 10 സെക്കൻഡ് ഞാൻ തരുള്ളൂ. വേണ്ട അമ്മ, ടൈം കഴിഞ്ഞു. ടൈം ഔട്ട്. എനിക്ക് തോന്നുന്നു കേട്ടാ അമ്മ ഒളിഞ്ഞു നോക്കിയതാ. നീയും അമ്മയും സെയിം ആൻസർ ആണെങ്കിൽ അമ്മക്ക് മൈനസ് ആണ്. എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ എനിക്കത് സംശയം തോന്നിയിട്ടാ ഞാൻ കേട്ടത്. അയ്യടാ, ഇത് നമ്മൾ ക്യാമറ ചെക്ക് ചെയ്യേണ്ടതാണ്, ഒളിഞ്ഞു നോക്കിയോ ഇല്ലേന്ന്. ഞാൻ കണ്ടിട്ട്. ശരി ശരി ശരി, ആൻസർ തിരിച്ചോ. നോ ഐഡിയ എന്നുള്ളത്
ഞാൻ ചാനലിലെ പേരായി കൺസിഡർ ചെയ്യണു. കാരണം അറ്റംപ്റ്റ് പോലും ചെയ്തില്ലെങ്കിൽ തരില്ല. നോ ഐഡിയ അറ്റംപ്റ്റ് ഇപ്പൊ ഇടില്ല. എന്തെങ്കിലും ഒരു പേര് എഴുതിയാണ് അറ്റംപ്റ്റ്. അത് നോ ഐഡിയ പേരാന്ന് ഞാൻ അമ്മ അനിതാന്ന് എന്റെ പേരിലുള്ളതല്ലേ? നിങ്ങളുടെ ഫോണിലായിരുന്നു. ഇതാണ് കറക്റ്റ് ആൻസർ. ഇന്ത്യ PT. ഞാനിങ്ങനെ കുറേ ചിന്തിക്കണം ആൾക്കാർ ഏറ്റവും കൂടുതൽ ടൈപ്പ് ചെയ്യണ വേർഡ് എന്തായിരിക്കും. ഞാൻ ആലോചിച്ചാൽ ഇന്ത്യത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്നാണ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇന്ത്യ. ഇനി നമ്മുടെ യൂണിക്നെസ് കൊണ്ടുവരണം. P for പൂജ, T for തേജ, ഇന്ത്യ PT. പിന്നെയാണ് ആ തേങ്ങ യൂട്യൂബിൽ അടിച്ചാൽ ജന്മത്തെ ചാനലിൽ കിട്ടില്ല. കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒത്തിരി വീഡിയോസ് ഇന്ത്യയിലുണ്ടല്ലോ. അങ്ങനെ പക്ഷെ ഇപ്പോഴും അമ്മൻ്റെ ഉള്ളതില് പേര് ഇതാണ്. എനിക്കിപ്പോൾ കറൻ്റ്ലി എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വേഗം എഴുതണേ. 10 സെക്കൻഡേ ഉള്ളൂ. എക്സാക്ട് നമ്പർ അല്ല. ലൈക്ക് ഇപ്പോൾ 3.11 അങ്ങനെ 3.22 അങ്ങനെയൊക്കെ. ടൈം അപ്പ്. ഇത് മാത്രം അപ്പൊ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? 2.3. നീ അപ്പുറത്ത് പോടി. ഈ എന്റെ ചാനലിൽ ഡിസേർവ് ചെയ്യുന്നില്ല. അപ്പോ കറക്റ്റ് ആൻസർ പപ്പൻ്റെയാണ്. എക്സാക്ട്ലി എനിക്കിപ്പോ 2.11 സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. അമ്മ 21 lakhs കറക്റ്റ് ആണ്. പക്ഷെ പപ്പ 21 lakhs 10,000 അല്ല ഇല്ല പപ്പ എക്സാക്ട് കറക്റ്റ് ഉള്ളവർക്കാണ് കൊടുക്കുക അമ്മ. ഞാൻ 9th പഠിക്കുമ്പം 3 സ്ഥലത്തേക്ക് സ്പോർട്സ് ഇവന്റിന് പോയിട്ടുണ്ട്. അതായത് 3 ഡിഫറെൻറ്റ് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഓരോ അവിടെയും എനിക്ക് ഓരോ സ്പോർട്സ് ആയിരുന്നു പെർഫോം ചെയ്യേണ്ടത്. അതെന്താണ് 3 9th ഞാൻ അറ്റംപ്റ്റ് ചെയ്ത 3 സ്പോർട്സ് 3 അവിടെയും എന്തായിരുന്നു ഞാൻ ചെയ്തത്? ആൻസർ തിരിച്ചോ. പപ്പ എഴുതിയത് റണ്ണിങ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്. അമ്മ എഴുതിയത് അത്ലറ്റ്, ലോങ് ജമ്പ്, റിലേ. ചേച്ചി എഴുതിയത് റിലേ, ലോങ് ജമ്പ്, 800. 3 ആളുടെയും തെറ്റാണ്. കാരണം ഞാൻ പോയ 3 സ്ഥലങ്ങൾ എന്നാ പറഞ്ഞു. ഒരു സ്ഥലം കന്യാകുമാരിയിൽ പോയി ചെയ്ത 3 സാധനം ഏതാന്നല്ല ചോദിച്ചത്. 3 സ്ഥലങ്ങളിൽ പോയി വോളിബോളിന് പോയത്, കബഡിക്ക് പോയത്. ഞാൻ 9th പഠിക്കുമ്പോൾ ഒരു വട്ടം കൊച്ചിയിൽ കബഡി ടൂർണമെന്റിന് പോയി. അത് ആദ്യത്തെ സ്ഥലത്ത് ഞാൻ പോയി ചെയ്ത സ്പോർട്സ് ഇവന്റ് കബഡി. 2ാമത്തെ ഞാൻ ഇവിടെ പാലക്കാട് അവിടെ പോയിട്ട് ഞാൻ വോളിബോൾ കളിച്ചു. 3ാമത് ഞാൻ കന്യാകുമാരിയിൽ പോയിട്ട് അത്ലറ്റിക്സ് ചെയ്തു. 3 ഞാൻ ഈ 3 സ്ഥലങ്ങളിലും പോയി ചെയ്ത കന്യാകുമാരി വോളിബോൾ, കബഡി. സത്യത്തിൽ പറഞ്ഞ അറിയാത്തതുകൊണ്ട് വെറുതെ എന്തെങ്കിലും. ഓക്കെ, ഇത് കറക്റ്റാണെന്നില്ല. ഞാൻ ചെറുതാകുമ്പോഴുള്ള എൻ്റെ അംബീഷൻ എന്തായിരുന്നു? ആ സമയത്ത് ഒട്ടും ഡിഫൈൻഡ് അല്ലാത്ത നമുക്ക് പെട്ടെന്ന് ഒരു അംബീഷൻ ഉണ്ടാവില്ല. എനിക്ക് അതാവണം, എനിക്ക് ഇതാവണം. ഞാൻ ചെറുതാകുമ്പോൾ എൻ്റെ അംബീഷൻ എന്തായിരുന്നു? ചേച്ചിക്ക് ഞാൻ അരമാർക്ക് കൊടുക്കും, പപ്പക്കും ഞാൻ അരമാർക്ക് കൊടുക്കും. ഡോക്ടർ എനിക്കറിയില്ല. അമ്മക്ക് ഞാൻ കൊടുക്കില്ല, കാരണം ഡോക്ടറിന്റെ അടുത്ത് കൂടെ പോലും പോവാത്തൊരു സാധനമാണ്. നീ സയൻസ് നിനക്ക് ഇഷ്ടമാണോ പറഞ്ഞിട്ട് നീ പഠിച്ചിട്ടുണ്ടായിരുന്നു. നീ 8ാം ക്ലാസ് ക്ലാസ് ഒക്കെ എടുക്കണ്ടായിരുന്നില്ലേ? സയൻസ് ഇഷ്ടമാണോ പറഞ്ഞിട്ട് നമ്മുടെ എനിക്ക് ടീച്ചർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് പപ്പൻ്റെ സ്കൂളിൽ ഞാൻ ഒരു അരമാർക്ക് കൊടുക്കുന്നത്. എനിക്ക് ചെറുപ്പത്തിൽ എനിക്കൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടായിരുന്നു. എല്ലാവരും വളർന്ന ആദ്യം സ്കൂളിൽ പോകും. അപ്പോൾ സ്കൂളിൽ ടീച്ചറാവാൻ പഠിപ്പിക്കാൻ പോയാൽ ഈ ലോകത്തുള്ള എല്ലാ കുട്ടികളെയും കാണാം. പിന്നെ സയന്റിസ്റ്റ് എന്നുള്ളത് ശരിയാണ്. ഏതോ റിയാലിറ്റി ഷോയിലോ മറ്റെന്തോ കുട്ടികളുടെ പരിപാടിക്ക് പോയപ്പോൾ 3ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോൾ എനിക്ക് സയന്റിസ്റ്റ് ആവണമെന്നുണ്ടായിരുന്നു. സോ സയന്റിസ്റ്റ് ആൻഡ് ടീച്ചറിന് ഞാൻ ഹാഫ് വെച്ച് കൊടുക്കും. എനിക്കിപ്പോൾ ഇടാൻ ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താണ്? ഇപ്പം അതെ, എനിക്കിപ്പോൾ ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താ? സ്പെസിഫിക് ആയിട്ട് അല്ല, ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് പറഞ്ഞാൽ മതി. ഓക്കെ, എന്താണ്? ഓവർ സൈസ് ഷർട്ടും ബാഗി പാൻറ്. എന്താ സൈസ്ഡ് ഷർട്ടും ആണ് ഉദ്ദേശിച്ചത്. ബിഗ് പാന്റ് ആൻഡ് ബിഗ് എല്ലാവർക്കും ഞാൻ അരമാർക്കാണ് തരാൻ പോകുന്നത്. കാരണം ഓവർ സൈസ്ഡ് പാൻസ് റൈറ്റ് ആണ്. ഞാൻ എപ്പോഴും ലൂസ് പാൻറ് ഇടുക. പക്ഷെ ടോപ്പിൻ്റെ കേസ് വരുമ്പോൾ ഞാൻ ഫിറ്റ് ആയിട്ടുള്ള ടോപ്പാണ് ഇടുക. എപ്പോഴും ഞാൻ കൂടുതലും ലൂസ് ടോപ്പ് അല്ലല്ലോ ഇടുക. പക്ഷേ ഷർട്ടിനേക്കാൾ ഞാൻ കൂടുതൽ ഇടാറുള്ളത് എൻ്റെ ടോപ്സ് കുറച്ചുകൂടെ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ടോപ്സ് ആണ് ഞാൻ ഇടാറ്. പാൻറ് ശരിയാണ്. മായിച്ചോ. ഞാൻ പറയുമ്പോൾ എനിക്ക് ഓവർ സൈസ്ഡ് ആണ് ഇഷ്ടം. എനിക്ക് ഓവർ സൈസ്ഡ് ഇഷ്ടം. പക്ഷെ ഇടുന്നതല്ലേ നിങ്ങൾ നോക്കേണ്ടത്. അങ്ങനെ നിന്റെ
ഇഷ്ടം നീ ചോദിച്ചത് 3 ഷർട്ട് വെച്ചിട്ട് വെറുതെ ആ നിങ്ങൾക്ക് 1 മാർക്ക് തരാം. 3 ഷർട്ടാണ് മാറി മാറി എല്ലാവിടേക്കും ഇട്ടോണ്ടിരിക്കണത്. ശരിയാണ്, 1 മാർക്ക് ആക്കിയിട്ട്. നിന്റെ ഇഷ്ടമാണ് ചോദിച്ചത്, നീ എന്ത് ഇടുന്നല്ല ചോദിച്ചത്. അതാണ് ഞാൻ ഇടല്. ഒന്നിട്ടാലും 3 ആൾക്ക് ഒരേമാതിരി കൊടുക്കണ കൊണ്ട് ഒരു ഗുണമില്ല. ആ 3 ആൾക്ക് ഒന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എത്ര കേസുകളിലാണ് ഞാൻ ഉള്ളത്? എത്ര കേസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്? ഇവളുടെ പേരിൽ എത്ര കേസ് ഉണ്ട്? എന്റെ പേരല്ല, ഞാൻ അങ്ങോട്ട് കൊടുത്തത്. ആ കാണിക്കേ. ഓ ചേച്ചി ഓവർ കോൺഫിഡൻസ്, അപ്ലൈ പുറത്ത്. ഓക്കെ, എല്ലാവരുടെയും റൈറ്റ്. എനിക്ക് 2 കേസ് 2 കംപ്ലൈൻ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് മൂവി അല്ലെങ്കിൽ സീരീസ് ജേണർ, അതായത് ഇപ്പോൾ ത്രില്ലർ ആണോ എനിക്കിഷ്ടം, കോമഡി ആണോ എനിക്കിഷ്ടം, റൊമാൻസ് ആണോ എനിക്കിഷ്ടം, ആക്ഷൻ ആണോ എനിക്കിഷ്ടം, സയൻസ് ഫിക്ഷൻ ആണോ എനിക്കിഷ്ടം, അങ്ങനെ. തിരിച്ചോ. പപ്പൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, വാമ്പയർസ് പപ്പ സീരീസിന് സയൻസ് ഫിക്ഷൻ ട്രൂ, കറക്റ്റ്. എല്ലാവരുടെയും കറക്റ്റ്. ഇത് സിമ്പിളാണ്, ഇത് എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് ഫുഡ്. ഇതിനൊക്കെ 5 സെക്കൻഡ് മതി. ടൈം അപ്പ്. തിരിച്ചോ. ഓക്കെ, എല്ലാവർക്കും ഒരു പോയിന്റ്. KFC. യെസ്. കണ്ടിട്ടല്ലോ, അത് ശരിയല്ല. അത് എന്താണ്? ഞാൻ അറ്റംപ്റ്റ് KFC ചിക്കൻ ആണ് എനിക്ക് ഇഷ്ടം. അത് ശരിയല്ല. അതാണ് പപ്പക്ക 1 പോയിന്റ്. നിങ്ങൾ ഹോട്ടലിന്റെ പേര് എഴുതി, ഫേവറേറ്റ് ഫുഡിന്റെ പേരല്ല. ചിക്കൻ അല്ല, ബർഗർ, റാപ്സ് ഉണ്ട്, ബിരിയാണി. പപ്പയ്ക്ക് പപ്പ ലൂപ്പ് ഹോള് കണ്ടുപിടിച്ചോട്ടാ. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 7 4 3 2 ഞാനിപ്പോ 7ാം ക്ലാസ്സിൽ പഠിക്കാണ്, അതറിയോ? ശരി, അപ്പൊ എനിക്ക് അറിയില്ല, തെറ്റി. ഓക്കെ, ഓഗസ്റ്റ് 14, 2020 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഓഗസ്റ്റ് 14 ആകുമ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് 4 ഇയേഴ്സ് ആവും. എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ. ഗൈസ്, എന്നെ എൻ്റെ ക്യാമറേൻ്റെ ചാർജ് പോയി, അപ്പോൾ ഞാൻ ചേച്ചിൻ്റെ ഫോണിലാണ് എടുക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ റീസെൻ്റ്ലി. ഓക്കെ ഓക്കെ, എന്താണ് CBU? അമ്മ H&M ആൻഡ് മിനിസോ എഴുതിയത്. H&M ആക്ച്വലി ലിസ്റ്റിലേ ഇല്ല, വാങ്ങിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അപ്പോ ഇതിൽ അമ്മ കടമാർക്കാണ്, കാരണം തെറ്റിച്ച ആൻസറാണ് ആദ്യത്തെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. അമ്മയൊക്കെ ബാക്കില് പപ്പ ബാക്കിൽ മറ്റേ എന്തിനാണ് പോയിന്റ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ട്. അത് പുതിയതുപോലെ ഉണ്ട്. ഞാൻ 0 മാർക്ക് വീണ്ടും ഒന്നാളാണ്. എനിക്ക് എല്ലാം വേണ്ട. അമ്മക്ക് എന്താ പറയേണ്ടത്? ഇപ്പൊ എന്താ പണ്ടൊക്കെ ഉണ്ടാവില്ലേ, ഒന്നും എനിക്ക് വലിയ അതൊക്കെ അമ്മയൊക്കെ വാങ്ങിച്ചത്. അല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ചോദ്യം ചോദിച്ചത്. ആരായിരിക്കും ജയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്? എനിക്ക് 7 മാർക്കുണ്ട്. 15 ചോദ്യം. അപ്പൊ 8 പോയിന്റ്. പപ്പ 15 8 പറഞ്ഞു. അത് 4 0. 5ാമത്തെ തൊട്ട് 15 വരെയും ഒരെണ്ണം തെറ്റുള്ളൂ, ബാക്കി എല്ലാവർക്കും ഭയങ്കര എക്സാമ്പിൾ ആണ്. എന്നറിയോ, ആമി പോയത് ചേച്ചിക്ക് 9.5. അമ്മേക്കാൾ 1.5 മാർക്ക് കൂടുതലുള്ളൂ. അങ്ങനെ ഫസ്റ്റ് റാങ്ക് ചേച്ചിക്കാണ്. ഗുഡ്. കാരണം ഇവള് മിണ്ടില്ല, ഇവള് അഹങ്കാരി എന്നൊക്കെ പറയുന്ന ആൾക്കാര് മനസ്സിലാക്കിയത് ഈ അഹങ്കാരിയാണ്. പിന്നെ സെക്കൻഡ് തോക്കും, 1 ഡിഫറൻസ് തോക്കും എന്ന് വിചാരിച്ച പപ്പയാണ്. ഏറ്റവും കോൺഫിഡൻസിൽ എനിക്കെന്റെ മോളെ എന്റെ അമ്മ കുറവില്ല, 3ാം സ്ഥാനമുണ്ട്. പക്ഷെ 3 പേരേ ഉള്ളൂ. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ശരിക്കും
ഇത് വെച്ചിട്ടൊന്നും അളക്കാൻ പറ്റില്ല ആരെയാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. കാരണം ഇത് വളരെ റാൻഡം ആയിട്ട് മറ്റേ കുട്ടികളുടെ അടുത്ത് A4 എന്താ B4 എന്താ അങ്ങനെ ചോദിക്കുന്നത്. റിവാലുവേഷൻ കൊടുക്കാൻ. അപ്പൊ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ പറ. ബൈ.